ഇടുക്കിയിലെ 10 ചെയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ വീണ്ടും അനിശ്ചിതത്വം. ഇവിടെ പട്ടയം നൽകാൻ അനുമതി ഇല്ലെന്ന് വൈദ്യുതി വകുപ്പ്. മേഖലയിൽ പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പാഴ്വാക്കെന്ന് കോൺഗ്രസ്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഇടുക്കിയിലെ ജലസംഭരണികളിൽ പരമാവധി ജലനിരപ്പിൽ നിന്നും 10 ചെയിൻ പ്രദേശം കൂടി ഏറ്റെടുക്കാനായിരുന്നു മുൻ തീരുമാനം. എന്നാൽ 1974 നടപടി വൈദ്യുതി വകുപ്പ് വേണ്ടെന്ന് വെച്ചു. ഈ മേഖലയിൽ കൃഷി ചെയ്ത് താമസിക്കുന്ന കർഷകർക്ക് ഇതുവരെയും പട്ടയം വിതരണം ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ചെയിൻ മേഖലകളിലും കല്ലാർകുട്ടി ഡാമിൻ്റെ പരിധിയിൽ 10 ചെയിൻ മേഖലയിലും പട്ടയം നൽകാനുണ്ട്. ഈ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പട്ടയം നൽകാമെന്ന് 2017 കളക്ടർ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. 3 ചെയിൻ മേഖല ഒഴിവാക്കിക്കൊണ്ടും 10 ചെയിൻ മേഖല ഒഴിവാക്കിക്കൊണ്ടുമായിരുന്നു അന്ന് പട്ടയം നൽകിയിരുന്നത്. ഇന്ന് പട്ടയ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ പട്ടയ നടപടികൾ എല്ലാം പരിപൂർണമായി പൂർത്തീകരിച്ച് ഉടൻ തന്നെ പട്ടയം നൽകുമെന്ന് മന്ത്രി പറയുമ്പോൾ ഇന്ന് വൈദ്യുതി ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് പട്ടയ നടപടികൾ ആരംഭിക്കുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അനുവാദം വൈദ്യുതി ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും പട്ടയ നടപടികൾ വെറും പേപ്പറിൽ മാത്രമായി, അല്ലെങ്കിൽ പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് പട്ടയം നൽകുന്നു എന്ന് പറയുന്നത് ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്നും മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. 1982 മേഖലയിലെ പട്ടയ നടപടികൾ ആരംഭിക്കുകയും 2017 ഈ മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ തടസ്സങ്ങളില്ലെന്ന റിപ്പോർട്ട് കളക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സമർപ്പിച്ചു. എന്നാൽ ഈ മേഖലയെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ കാലയളവിൽ പട്ടയം നൽകിയത്. നിലവിൽ 10 ചെയിൻ, 3 ചെയിൻ മേഖലകളിൽ പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ബോർഡിൻ്റെ അനുമതി വേണമെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതോടെ നടപടികൾ വീണ്ടും ഫയലിൽ കുരുങ്ങിയിരിക്കുകയാണ്. AM ന്യൂസ് നെറ്റ്വർക്ക്, ഇടുക്കി. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.